എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഇവരുടെ ദൈവം, അതായത് BJP-കാരുടെ RSS-കാരുടെ ദൈവം പണം മാത്രമാണ് എന്നുള്ളതിന്റെ ഒരുപാട് തെളിവ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ബീഫ് കയറ്റുമതി ചെയ്യുമ്പോൾ കിട്ടുന്ന പണമാണല്ലോ. അപ്പോൾ ഈ മാതാവിനെ കൊല്ലുമ്പോൾ പ്രശ്നമില്ല, പൈസക്ക് വേണ്ടി കൊല്ലുമ്പോൾ പ്രശ്നമില്ല, വേറെ വല്ല തിന്നാൻ വേണ്ടി കൊന്നാലേ പ്രശ്നമുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ, പണമാണ് ഇവരുടെ ദൈവം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ബാക്കിയുള്ള കണ്ടോക്കി. പിന്നെ എന്താണ്, ഇങ്ങനെയാണ് ഇന്ത്യയിലത്തെ മുഴുവൻ ജനങ്ങളിനെയും, ഹിന്ദുക്കളെ മാത്രമല്ല മുഴുവൻ ജനങ്ങളെ ഇവർ പറ്റിക്കുന്നത്. അജിത് ഡോവൽ പറയാണ്, പിന്നെ പ്രസംഗിക്കുകയാണ് ഒരു സ്ഥലത്ത്. എന്താ പറഞ്ഞത്? ഹിന്ദുക്കളെ, നമ്മളുടെ അമ്പലങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ടു, ആ സമയത്ത് നമ്മൾ നിസ്സഹായരായിരുന്നു. ഏത് മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച കാലത്തെ കാര്യം പറയാണ്. ഇതിപ്പോ 2025 എല്ലാ ലോകവും ടെക്നോളജിക്കലായിട്ട് ഓടിക്കോടി പോവാണ്. ടെക്നോളജി ഇവരിപ്പോഴും 500 കൊല്ലം മുമ്പ് മുഗൾ രാജാക്കന്മാരും പറഞ്ഞിരിക്കുകയാണ്, ശിവലിംഗം അമ്പലവും തകർത്തു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെ മുന്നോട്ടാണോ പിന്നോട്ടാണോ കൊണ്ടുപോകുന്നത്? നമ്മൾ നിരാശരായിരുന്നു, നിസ്സഹായരായിരുന്നു എന്ന് പറയാണ്. ബദല ലേനാ ഹോഗാണ്, മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യേണ്ടി വരും. ഏത് 500 കൊല്ലം മുമ്പത്തെ മുസ്ലിം ഏതായിരുന്നു, ഇപ്പോഴത്തെ മുസ്ലിം ഏതാണ്? അന്നത്തെ മുസ്ലിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ദ്രോഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യനെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റി. എല്ലാവർക്കും തൊഴിലുണ്ടായിരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത ആൾക്കാരെ കുറിച്ചാണ് ഈ പച്ചക്കള്ളം പറയുന്നത്. ഇവരെ കൊണ്ടൊന്നും സാധ്യമല്ല. ഇവരെന്താ വെച്ചാല് ജനങ്ങളെ നന്നാക്കേണ്ട ആവശ്യം ഇവർക്ക് ഇല്ലല്ലോ. എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? ഇല്ലല്ലോ. കാരണം അവരവരുടെ കഴിവ് കൊണ്ട് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് തട്ടിക്കൊണ്ട് വന്ന ആൾക്കാരാണ്. അല്ല, ജനങ്ങളുടെ ഒരു തുള്ളി വെറുപ്പ് അവരുടെ ഇതില്ലല്ലോ, അവരുടെ അധ്വാനത്തിലില്ലല്ലോ. അപ്പോ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയണേ. യുവാവോമേ ആഗഹോനി ചെയ്യുക, യുവാക്കളിൽ ഇങ്ങനെ തീ കത്തണം, അങ്ങനെ അഗ്നിസ്ഫുലിംഗം ഉണ്ടാവണം, എന്തിനു മുസ്ലിങ്ങളെ കൊല്ലാനത്രേ. എന്നാലോ ഇയാളുടെ മക്കൾ എവിടെയാണ്? വൈ വാസന്റ് യുവർ സൺ ടേക്കിംഗ് റിവെഞ്ച്? അവിടെ പോസ്റ്റ് ഇട്ടാണ് ചോദിക്കണേ, നിന്റെ മകൻ എന്താണ് പ്രതികാരം ചെയ്യാൻ പോയെന്ന് ചോദിക്കുകയാണ്. മുഴുവൻ സംഘികളോട് പോയിട്ട് പ്രതികാരം ചെയ്യുന്നു പറയാം. സംഘികളുടെ വീട്ടിൽ ഭക്ഷണമില്ല, അരിയില്ല, ഒന്നുമില്ല, ടൗസർ കയറി നടക്കുന്നു. പക്ഷെ മൂപ്പരെ സ്വന്തം മകനോട് എന്താ പറയാത്തത്? സ്വന്തം മകൻ എവിടെയാണ്? അമേരിക്കയിലും ബ്രിട്ടനിലും അവിടെയൊക്കെ പൗരത്വം വരെ നേടിയിട്ട്. മൂപ്പരെ മക്കള് അമേരിക്കയിലും ബ്രിട്ടനിലും പൗരത്വം നേടി അവിടെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നു. എവിടെ നിന്നാണ് പൈസ വന്നത്? ജനങ്ങളുടെ കട്ട പൈസ, ഇന്ത്യയിലത്തെ ജനങ്ങളുടെ കട്ട പൈസ. അതായിട്ട് അവർ സുഖമായി ജീവിക്കുന്നു. അവർക്ക് ഈ പ്രതികാരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് മുഗൾ രാജാക്കന്മാരുടെ കഥ കേൾക്കേണ്ട താല്പര്യമില്ല. അപ്പോ ഇങ്ങനെയാണ് ഇവർ പറ്റിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മക്കളിന് ഇയാളും കാവി കെട്ടി ഇറങ്ങട്ടെ റോട്ടിലേക്ക്. എന്ത് ഇയാൾ കോട്ടിട്ടാണ് നടക്കുന്നത്? ഇയാളും ഒരു ധജക്കോടി എന്തൊരു കൊടി പറയില്ല അവരുടെ കോണകക്കൊടി, അതെടുത്ത് നടക്കട്ടെ. മൂപ്പര് പോയിട്ട് എല്ലാ സ്ഥലത്തും അമ്പലങ്ങളിലെ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് ശിവലിംഗം കിളക്കട്ടെ, നോക്കട്ടെ അവർ ചെയ്യുമെന്നുള്ളത്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. അവര് സുഖിക്കുക വലിയ വലിയ മണിമാളികകളിൽ ഇന്ത്യൻ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മറ്റൊരു തെളിവാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാൻ, ചൈന. ഇവിടെ ഒരാൾ പറയാണ്, ചൈന ഇപ്പൊ ഇന്നത്തെ വാർത്തയാണ്. എന്താ ചൈന ചെയ്തറിയോ? ഇത് പറയാനുള്ള കാരണം പറഞ്ഞുതരാൻ. ചൈന എന്താ ചെയ്തറിയോ? അതത് എന്താണ്, ഷക്സ്ഗാം വാലി പറഞ്ഞൊരു വാലി ഉണ്ട് കാശ്മീരിൽ. ആ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഏതൊരു വക്താവ് പറഞ്ഞു. അല്ലാതെ S ജയശങ്കർ ഒന്നും പറയാൻ തരില്ല. അപ്പൊ പറഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് പ്രതികരണം വരികയാണ്, ഇവിടുന്ന് ചൈനയിൽ നിന്ന്. അതും അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം എന്താ പറയുന്നത്? ഇന്ത്യൻ സർക്കാർ പറഞ്ഞ ആ സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഷക്സ്ഗാം വാലി, അത് ചൈനയുടേതാണ്. ഇറ്റ്സ് ഫുള്ളി ജസ്റ്റിഫൈഡ് ഫോർ ചൈന. അത് മുഴുവനായിട്ടും നിയമപരമായിട്ട് ചൈനയുടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത് ഞങ്ങളുടെ രാജ്യമായത് കൊണ്ട് തന്നെ അവിടെ എന്ത് വേണേലും ഞങ്ങൾ ഉണ്ടാക്കും, കൺസ്ട്രക്ട് ചെയ്യും, ബിൽഡ് ചെയ്യും, എന്ത് വേണേലും ഞങ്ങൾ ചെയ്യും എന്ന് പറയാണ്. കാരണം അത് ചൈനയുടെ ടെറിട്ടറിയാണ്. അവരെ പറഞ്ഞ പോലെ പോയി ചെയ്യും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, കുറെ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് സ്ഥലമായി ഇപ്പോൾ. ഒരുപാട് സ്ഥലത്ത് വില്ലകൾ ഉണ്ടാക്കി, വീടുണ്ടാക്കി, ഓഫീസ് ഉണ്ടാക്കി, ബ്രിഡ്ജ് ഉണ്ടാക്കി, ഒക്കെ ഉണ്ടാക്കി ഇന്ത്യയുടെ ഉള്ളിലാണെന്ന് ഇന്ത്യൻ സർക്കാർ പറയണം. പക്ഷെ പറയുന്നില്ല. പക്ഷെ ഇന്ത്യയുടെ ഉള്ളിലാണ്. പക്ഷെ അവര് സുഖമായിട്ട് ചൈനയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരികയാണ്. ഒരു മിണ്ടാട്ടില്ല. വെറും അദാനിയുടെ ബിസിനസ് എന്നും പറഞ്ഞ് ഒറ്റ ലക്ഷ്യത്തിൽ നടക്കുകയാണ്. എന്ന് മാത്രമല്ല, എന്താ പറയാ, മുറിവില് ഉപ്പ് തേക്കുക എന്ന് പറയും. എന്താണിത്? അപ്പൊ ഇവിടെ ഗൗരവ് പണ്ഡി എന്ന് പറഞ്ഞ ഒരാൾ പറയാണ്, ഗൽവാൻ താഴ്വരകളിൽ ചൈന ഇന്ത്യൻ സൈനികരെ കൊന്നു. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തുള്ള യുദ്ധത്തിൽ
പാകിസ്ഥാന്റെ ഭാഗത്ത് പങ്കെടുത്തു ചൈന. എന്നിട്ട് ഇന്ത്യൻ സൈനികരെ കൊന്നു, ഇന്ത്യൻ ജനങ്ങളെ കൊന്നു, ഇന്ത്യയുടെ പിന്നെ ഒരുപാട് വിമാനങ്ങൾ തകർത്തു, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇന്ത്യക്ക്. എന്നിട്ട് അതേ ചൈനക്ക് ഇതേ തെമ്മാടി BJP-ക്കാർ, ഇതേ തെമ്മാടി ഗുജറാത്തി ഗുണ്ടകൾ ചുവന്ന പരവതാനി വിരിച്ച് ഒപ്പിരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യണം. ആർക്കാണ് ബിസിനസ് കോൺട്രാക്ട്? അദാനിക്ക്. അദാനിയുടെ ബിസിനസ് വ്യാപിക്കാൻ ആരുടെയും ചെരുപ്പ് നക്കും, എത്ര അധപ്പതിക്കും, എത്ര നാണം കെടും, ഒക്കെ ചെയ്യും. അദാനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. കാരണം എന്താണ്? ഇന്ത്യയുമായിട്ട് ഒരു ബന്ധം ഈ BJP-ക്കാർ, ഈ അദാനി, അംബാനി, പിന്നെ മോദി, അമിത്ഷാ പോലത്തെ ഗുജറാത്തി ഗുണ്ടകൾക്ക് ഇല്ല. ഒക്കെ ഗുജറാത്തികളാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യൻ ജനങ്ങളുടെ ഓഫീസുകളിൽ സ്വന്തം മീറ്റിംഗ്, അദാനിക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് നടത്തി ബിസിനസ് കോൺട്രാക്ട് ഒപ്പിടുകയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈനീസ് പാർട്ടി എന്നും പറയട്ടോ, ലീഡർ മീറ്റിംഗ് അറ്റ് RSS ഫൈൻ ട്യൂൺ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് വൺ പ്രൊജക്ട്. RSSും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ചർച്ചയാണിത് BJP-ക്കാരുമായിട്ട്. അത് അദാനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ നാഷണൽ ഇൻട്രസ്റ്റിലല്ല, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്ന് ചുരുക്കം. അതിപ്പോ റഷ്യയുടെ ഓയിൽ ഇന്ത്യക്കാർക്കല്ലല്ലോ, അത് BJP-ക്കാർക്ക് പിന്നെ മൊദാനിമാർക്ക് അടിച്ചു മാറ്റാനുള്ളതാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാണ് ഈ പെട്രോളിന് 100 റുപ്യൊക്കെ? ഓക്കെ, പിന്നെതാ അതിൻ്റെ ഇടയിൽ ഇപ്പൊ ചൈന കുറെ സ്ഥലം കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. എന്താ വേറൊരു കൂട്ടർ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പുതിയ, എന്താണ്, മണിപ്പൂർ ഫ്രീഡം ഫൈറ്റേഴ്സ്, MFF എന്ന് പറയും. ഇതൊക്കെ തീവ്രവാദി ഗ്രൂപ്പുകളാണ് കേട്ടോ. പക്ഷെ മിണ്ടൂല. തീവ്രവാദി ഗ്രൂപ്പ് BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എലിമെന്റുകൾ ഇത് മാത്രമാണ്. കാരണം മുസ്ലിം പറഞ്ഞാലാണ് ഹിന്ദുക്കളെ പൊട്ടന്മാരാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ MFF എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? അപ്പോൾ ഇത് ഇന്ത്യയിലത്തെ ഒരുപാട് സ്ഥലം, അതായത് മണിപ്പൂർ ഫ്രീഡം ഫോഴ്സാണ്, ഫ്രീഡം ഫൈറ്റർമാരാണ്. അവർ ഒരുപാട് സ്ഥലം ഇപ്പോൾ പിടിച്ചെടുത്തു. കാരണം മറ്റേ മണിപ്പൂർ പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെ അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ ഒരൊറ്റ ഇന്ത്യൻ ആർമികളിലും പ്രവേശിക്കാൻ സമ്മതിക്കില്ല, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോളാനാണ് പറയുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം നിങ്ങൾ തിരിച്ചു പിടിച്ച് കാണിക്കുന്നത്. മിണ്ടാട്ടില്ല, ഒരു സ്ഥലത്തൊരു വാർത്തയില്ല. ഇന്ത്യ വലിയൊരു സ്ഥലം പോയി. ആ മണിപ്പൂരിലത്തെ ക്രിസ്ത്യാനികൾ ഒരു സ്ഥലം ഉണ്ടാക്കി, അവിടെ കഴിഞ്ഞപ്പോൾ ആ ക്രിസ്ത്യാനികളെ കൊണ്ടുപോയിട്ട് പാർപ്പിക്കും, വീടുണ്ടാക്കും, ചുങ്കം വയ്ക്കും. അവരുടെ രാജ്യമായി അത്. എന്തെങ്കിലും ഒരു മുറിവുറുപ്പുണ്ടാവും? ഒന്നുമില്ല. എന്നാലോ ബീഫ് തിന്നരുത്, അമ്പലത്തിന്റെ അടുത്ത് ബീഫ് കടപാടില്ല, ബീഫ് നിരോധനം, ഹറാമ്, ഹലാല്, പിന്നെ ജിഹാദ്, തേങ്ങാമാങ്ങ, അതൊക്കെ പറയാൻ ഭയങ്കര ഉഷാറാണ്. 3 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ സൈന്യം തയ്യാറാകുന്നു. ആര്? മോഹൻ ഭഗത് പറയാ 3 മിനിറ്റ് കൊണ്ടേ. ധൈര്യം ഉണ്ടെങ്കിൽ ആ മണിപ്പൂരിൽ ചെല്ല്. 3 മിനിറ്റ് 30 മിനിറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, വേണ്ട 3 ദിവസം എടുത്തോ. ധൈര്യം ഉണ്ടെങ്കിൽ ചെല്ലം കിട്ട്. 3 മിനിറ്റ്. A high number of attacks and serious security problem have been observed against India and Manipur. മണിപ്പൂരിൽ ഇപ്പോൾ ഉള്ള ആർമി ഉണ്ടല്ലോ, അവിടുത്തെ ക്രിസ്ത്യൻ ആർമി, അവരുടെ ഇന്ത്യക്കാരായിട്ടേ കരുതുന്നില്ല. അപ്പൊ ഇന്ത്യക്കെതിരെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല, അവിടെ യുദ്ധം ചെയ്യുന്നു, സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു, മിണ്ടാട്ടില്ല. കാരണം അവിടെ മുസ്ലിം എലമെന്റ് ഇല്ല. മുസ്ലിം എലമെന്റ് ഉള്ള സ്ഥലമായിരുന്നു അവരുടെ പാകിസ്ഥാൻ. അതിനോട് ഇപ്പോൾ ധൈര്യം ഇല്ലാതായി. എന്നുവെച്ചാൽ ഈ യുദ്ധങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അദാനിയുടെ ബിസിനസ് തകരും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താണ്? മിണ്ടാതിരിക്കുക. അതാണിപ്പോ ഗുജറാത്തി ഗുണ്ടകളും സംഘി ഭീകരന്മാരും ചെയ്യുന്നത്. എന്നിട്ടോ ഈ ശാഖയിൽ പോകുന്ന സംഘികളുടെ വിചാരം അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് അമിത്ഷയും മോദിയൊക്കെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെ എന്തിനാണ് അവരുടെ അടുത്ത് തെറ്റിപ്പിരിയുന്നത്? അവരിനേക്കാൾ വലിയ വർഗീയവാദികളാണ് ഈ രണ്ടെണ്ണം. അപ്പൊ അത് ചിന്തിച്ചാൽ പോരെ. പിന്നെതാ ഒരു ചെറിയ റിപ്പോർട്ട്. ഇപ്പൊ ഭാരതം എന്ന രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണ്? പാകിസ്ഥാൻ ശത്രു, ചൈന ശത്രു, നേപ്പാൾ ശത്രു, ബംഗ്ലാദേശ്, തുർക്കി, ശ്രീലങ്ക ഒക്കെ ശത്രു. അപ്പൊ ഇവരെ സുഹൃത്താരാണ്? താലിബാൻ. കണ്ടില്ലേ? വളരെയധികം 11 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സുഹൃത്ത് ബന്ധം താലിബാൻ. ബാക്കി എല്ലാവരുടെ പേടിയും ശത്രുതയും. ട്രംപ് എന്ന് പറയാൻ പേടി, അമേരിക്ക എന്ന് പറയാൻ പേടി, അമേരിക്കക്ക് പോകാൻ പേടി, ചൈനനെ വിളിച്ചുകൊണ്ട് സോപ്പിടുകയാണ്, മറ്റ് ചൈന എന്ന് പറയാനും പേടി. സംഘി ഭീകരന്മാരുടെ പിന്നെ നേട്ടമാണ് 11 കൊല്ലം കൊണ്ട് ഈ കാണുന്നത്. വിശ്വഗുരുവിന്റെ ഡിപ്ലോമസി എന്ന് അവിടെ താഴ്ത്തി എഴുതിയിട്ടുണ്ട്. ദ ലവ്ലി പിക്ചർ ഓഫ് ഇന്ത്യ. മനോഹരമായ ഒരു ഫോട്ടോയാണ്. എന്താണ്? ഒരേ ഒരു സുഹൃത്ത് മാത്രമേ ഏഷ്യയിൽ ഭാരതത്തിനുള്ളൂ. എന്താണ്? ആരാണ് സുഹൃത്ത്? താലിബാൻ. ഇത്രയും കാലം താലിബാൻ തീവ്രവാദികളാണ്, താലിബാൻ എന്ന് പറഞ്ഞാൽ ജയിലിലിടും. എന്തമ്മോ, താലിബാൻ എന്ന് പറയാൻ പാടില്ല. ഉത്തർപ്രദേശിലൊന്നും കുറച്ചു കാലഘട്ടം മുമ്പ് അങ്ങനെയായിരുന്നു. താലിബാൻ എന്ന് പറഞ്ഞ പ്രശ്നം
മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജയിലിലൊക്കെ ഇട്ടിരുന്നു. ഇപ്പൊ താലിബാന്റെ മറ്റേ വിദേശകാര്യമന്ത്രി വന്നപ്പോ ചുവന്ന പരവതാനി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും വിരിച്ചു കൊടുക്കുകയാണ്. നടക്ക് തീക്കൂടെ വാ 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 എന്നും പറഞ്ഞിട്ട്. ഇത്രയും നാണം കെട്ട നാറികള് ഈ സംഘി ഭീകരന്മാരൊക്കെ അല്ലാതെ വേറെ ആർക്ക് ആകാൻ കഴിയും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCP പ്രതിനിധികൾ BJP ആസ്ഥാനത്ത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. എത്ര മനോഹരമായ വാർത്ത. ഒരാൾക്കും രാജ്യസ്നേഹം കുരുപൊട്ടി ഒലിച്ചില്ല. ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത്. അവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട് ചത്ത ശവങ്ങളെ പോലെ ആയി കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമാണ്. ഇന്ത്യ അമംഗ് ടോപ്പ് കൺട്രീസ് അറ്റ് ഹൈ റിസ്ക് ഓഫ് മാസ് അട്രോസിറ്റീസ്. അതിക്രൂര പീഡനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലാണെന്ന് പറയുന്നത്. നെഗറ്റീവ് കാര്യത്തിലൊക്കെ ഇന്ത്യ ഒന്നാം സ്ഥാനമാണ്. പോസിറ്റീവ് കാര്യത്തിലൊക്കെ ഏറ്റവും പിന്നിലുമാണ്. പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ്. ഏറ്റവും കൂടുതൽ പട്ടിണി ഇപ്പൊ ഇന്ത്യയിലാണ്. ബലാത്സംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ഇപ്പതാ അട്രോസിറ്റി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ഉപദ്രവിച്ച് കൊല്ലുന്ന ഇതുണ്ടല്ലോ, ഒരു കാരണമില്ലാതെ അട്രോസിറ്റി. അതൊക്കെ ഇപ്പോൾ അതും US ഹോളോകാസ്റ്റ് മ്യൂസിയം ആണിത് വാർണിംഗ് കൊടുക്കുന്നത്. അത്രയും അപകടം പിടിച്ചൊരു രാജ്യമായി മാറിക്കഴിഞ്ഞു ഇന്ത്യ എന്ന് പറയും. എങ്ങനെ ആവാതിരിക്കുക? നാഴികക്ക് 40 ഇതല്ലേ, മുസ്ലിങ്ങളെ കൊല്ല് ക്രിസ്ത്യാനികളെ കൊല്ല്, മുസ്ലിങ്ങളെ കൊല്ല് ക്രിസ്ത്യാനികളെ കൊല്ല്, ഇതന്നല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ഇതാണ് വാർത്തയൊക്കെ. അപ്പോൾ ഒരാൾ പറയാണ് പിന്നെ ചൈന കിൽസ് അവർ സോൾജർ, ചൈന ഇന്ത്യയുടെ സൈനികരെ കൊന്നു. പിന്നെ ദേ അറ്റാക്ക് അവർ സോൾജർ ഇൻ ഗൽവാനിൽ ആക്രമിച്ചു. പാകിസ്ഥാനെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യനെ ആക്രമിച്ചു. യുണൈറ്റഡ് നേഷൻസിൽ ചൈന എപ്പോൾ നോക്കിയാലും ഇനി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യനെ ആക്രമിക്കും. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ചൈന കാർന്നെടുത്ത് തിന്നു. എന്നിട്ടും വിളിച്ചു വരുത്തി ചായയും പലഹാരവും കൂനും ഒക്കെ കൊടുത്ത് സ്വീകരിച്ച് അദാനിയുടെ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാൻ ആരുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. ഇതും നല്ലൊരു കാര്യമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഡോക്ടർ രഞ്ജൻ പറഞ്ഞ ഒരാൾ പറയണത് ഇന്ത്യ സ്റ്റിൽ ഡസ് ഹാവ് ലിമിറ്റഡ് ഫ്രീ സ്പീച്ച്. പബ്ലിക് ഔട്ട്റേജ് ഈസ് ഓൺലി തിങ് ദാറ്റ് വർക്ക്സ്. മീഡിയ ഈസ് കോംപ്രമൈസ്ഡ്. പീപ്പിൾ വിൽ ഹാവ് ടു സ്പീക്ക് അപ്പ് എന്ന്. അതന്നെ ഒരാൾ പറയാണ്. ഇത് പത്രക്കാരൊന്നും പറയുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് ഇനി ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനെങ്കിലും ഒരു ആളുണ്ടായി. ആർക്കും ഒന്നും ഉണ്ടാട്ടില്ല എന്ത് ചെയ്താലും. അപ്പൊ അതിനെ കുറിച്ച് പറയാണ്, ജനങ്ങൾ ഒന്നിനും ഏതിനും പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് ഈ പറയുന്നത്. ഇവിടെ ഒരാൾ പറയാണ്, പൊളിറ്റിക്കലി ഒരാൾ പറയാണ്, ഞാൻ ഓസ്ട്രേലിയയിലാണ്, ഞാൻ 75 രൂപയാണ് പെട്രോൾ കൊടുക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ് കിട്ടിയിട്ട് ഇത്ര പൈസ ഇത്ര വില എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ ചോദിക്കും, പക്ഷെ പ്രതികരണശേഷി ആർക്കില്ല അല്ലേ. അമേരിക്കയിൽ പിന്നെ ഈ കറൻസി കൺവെർട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ പെട്രോളിനെ അമേരിക്കയിൽ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 18 രൂപയാണ് വരുന്നത്. ജപ്പാനിൽ 36 രൂപയാണ്, ചൈനയിൽ 38 രൂപയാണ്, UK 44 രൂപയാണ്, ജർമ്മനിയിൽ 52 രൂപയാണ്. ഇന്ത്യയിൽ കണ്ടല്ലേ നേരെ ഇരട്ടി. ഏറ്റവും വിലപിടിപ്പുള്ള രാജ്യത്തിന്റെ നേരെ ഇരട്ടി, 101 രൂപ. അമേരിക്കയിൽ 18, ഇന്ത്യയിൽ 101. അപ്പോൾ അതും ജനുവരി 2026 കണക്ക് പ്രകാരമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ കൂടിയിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരാൾക്കും ഒരു പ്രതികരണ ശേഷിയില്ല. മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അല്ലെങ്കിൽ കത്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ പിന്നെ ഇതാ പണമാണ് ഇവരുടെ എല്ലാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ ചെയ്തറിയോ? പിന്നെ അതായത് 3.5 കോടി ഈ പറഞ്ഞ മോദി അമിത്ഷാ സർക്കാർ ഉണ്ടല്ലോ, അവര് ക്യാൻസറിന്റെ ചികിത്സക്ക് ചാണകത്തിൽ പഠനം നടത്താൻ വേണ്ടി കൊടുത്ത് പറഞ്ഞൊക്കെ അവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കുള്ളൂ. ആ 3.5 കോടി അകത്താക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ ആ കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, എന്തോരു ഈ പിന്നെ എന്താണ് ആയുഷോ പീയൂഷോ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്ത് 2 കോടി രൂപക്ക് ചാണകം വാങ്ങിന്ന് എഴുതി കൊടുത്ത്. 2 കോടി രൂപക്ക് ചാണകം. 2 കോടി രൂപക്ക് എത്ര ചാണകം കിട്ടും? ഒരു ബിൽഡിങ്ങിൽ നിറച്ചേക്കാം. അങ്ങനെ 2 കോടി ചാണകം വാങ്ങി. പിന്നെ 1.5 കോടി അവര് പിന്നെ ഗോവ ട്രിപ്പിന് 23 തവണയത്ര 24 തവണയത്ര ഗോവയിലേക്ക് പോകേണ്ടിയും വരേണ്ടി വന്നു. കാരണം ലാബ് അവിടെയാണ്. അപ്പൊ ഈ ചാണകമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനും പിന്നെ അതിങ്ങനെ മൈക്രോസ്കോപ്പിൽ പരിശോധിക്കാനൊക്കെ 23-24 തവണ ഗോവയിലേക്ക് പോയപ്പോൾ 1.5 കോടി ചെലവായി എന്നാ പറയുന്നത്. അപ്പൊ രണ്ടും 1.5 കോടി എത്രയായി? 3.5 കോടി.
സർക്കാരിൻ്റെ അടുത്ത് അവർ വാങ്ങിയത്, മോദി സർക്കാർ കൊടുത്തത് ഇത്രയാണ് 3.5 കോടി. അപ്പോൾ 3.5 കോടി ചിലവായി. ക്യാൻസറിൻ്റെ മെഡിസിൻ എവിടെ? അതിനി പിന്നെ 30 കോടി വേണം അതിന് ചിലവാക്കാൻ. അങ്ങനെയൊക്കെ ചുരുക്കി പറയാൻ 3.5 കോടി ഈ കുട്ടി നേതാക്കന്മാരുടെ കീശയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്ത്രം കളിച്ചതാണ്. അപ്പോൾ ഇന്ത്യൻ ജനങ്ങളുടെ പൈസ കുട്ടി നേതാക്കന്മാരുടെ, BJP നേതാക്കന്മാരുടെ കീശയിലെത്തിച്ച് ഇനി അവർ നന്നായിട്ട് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. അതിനു വേണ്ടി കൊടുത്തത് ജനങ്ങളുടെ പൈസ. എന്താ അടവ്? സമ്മതിക്കണം. ഭരണം കയ്യിലുണ്ടെങ്കിൽ, അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാം. അതാണ് അവർ ചെയ്യുന്നത്. പിന്നെതാ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ഭീഷണി ഇറാനുമായിട്ടും. നേരത്തെ റഷ്യയിലായിരുന്നു, ഇപ്പൊ ഇറാനുമായിട്ടും ആരെങ്കിലും കച്ചവടം ചെയ്താൽ, എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പിന്നെ അവർക്കെതിരെ 25% നികുതി ചുമത്തുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള നികുതി നടക്കുന്നത് 50%. 500% ആയിട്ടില്ല, ആകാൻ പോവാണ്. അപ്പോൾ 50% നടക്കുന്നത്. പ്ലസ് ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന കാരണം 25% കൂടി വരികയാണ്. ഒരു പ്രതികരണ ശേഷി ഒന്നും കാണുന്നില്ല. ഏത് ഈ സംഘികളുടെ വാപ്പമാരിൽ നിന്ന്. എങ്ങനെ വരിക? ജനങ്ങളും അവരും തമ്മിലൊരു ബന്ധമില്ലല്ലോ, എന്തും ചെയ്യാലോ. അവർക്ക് ഇപ്പോൾ എന്ത് ചുങ്കം വന്ന ജനങ്ങളുടെ മേത്താണ്, അവർക്ക് അവരുടെ മേത്തല്ലല്ലോ. അദാനിക്കല്ലല്ലോ വരുന്നത്, ഇവർക്കല്ല, ജനങ്ങൾക്കല്ലേ. അപ്പം അതുകൊണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ പ്രതികരണശേഷി ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്താ സംഭവിച്ചാലേ, ഇവിടെ ഡോക്ടർ സർഗം ജി പാട്ടീൽ പറഞ്ഞ ഒരാള്, മൂപ്പര് മഹാരാഷ്ട്രക്കാരനാണ്. പിന്നെ വിദേശത്ത് ബ്രിട്ടനിൽ മൂപ്പര് പൗരത്വമുണ്ട്. അങ്ങനെ അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, മാന്യനാണ്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് മൂപ്പര് പിന്നെ ഈ മോദി സർക്കാരിനെ വിമർശിച്ചു. അങ്ങനെ മൂപ്പര് അങ്ങോട്ട് വരും. ബ്രിട്ടീഷ് പൗരനാണെങ്കിലും മൂപ്പരുടെ വീടും കാര്യങ്ങളൊക്കെ ഇവിടെയാണല്ലോ, മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ വരും. അങ്ങനെ വന്നപ്പോൾ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട്. ഒരു പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗരനാണല്ലോ, അങ്ങനെ ജയിലിടാൻ പാടില്ലല്ലോ. ആ ജയിലിലിട്ട് പിടിച്ചിട്ട് ജയിലിലിട്ടു. അപ്പം എന്താ കാണിക്കുന്നത്? അതായത് എവിടെ ഇരുന്നിട്ടാലും ശരി, BJP എന്ന പാർട്ടിയെയോ അല്ലെങ്കിൽ മോദി അമിത്ഷാനെയോ അവരുടെ പിന്നെ കള്ളത്തരത്തിനെ കുറിച്ചോ വർഗീയതയെ കുറിച്ചോ ആരും ഒന്നും മിണ്ടിപ്പോകരുത് എന്നുള്ള താക്കീതാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി ഇപ്പോൾ എല്ലാവർക്കും ഭയമാണ്. പ്രതികരണശേഷി മൊത്തത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എല്ലാവർക്കും പേടി. ജയിലിലാവുമോ, പിന്നെ തീവ്രവാദ കേസ് വരുമോ, വെടിച്ചു കൊല്ലോ, തല്ലിക്കൊല്ലോ, ബുള്ളറ്റ് വെച്ച് വീട് തകർക്കുമോ, എല്ലാവർക്കും പേടി. അങ്ങനെ എല്ലാവരുടെ ഹൃദയങ്ങളിലും ഭയം വിതച്ചുകൊണ്ട് പുഷ്പം പോലെ ഭരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്? അപ്പോൾ അതിനൊക്കെതിരെ പറയാൻ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ രാജ് താക്കറെങ്കിലും മുന്നോട്ട് വന്നു എന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഓസ്ട്രേലിയ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻഗ്രിറ്റി ചെക്ക്, അത് ഓരോ പിന്നെ സ്റ്റുഡൻസും ഇത് അവിടെ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കല്ലോ, അവരുടെ ഓരോരുത്തരുടെയും ഭാവി, ഭൂതം, പെരുമാറ്റം എല്ലാതും ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാർ കൊടുക്കും. കാരണം എന്താ അറിയോ? കാരണം ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അതിനു പുറമെയാണ് ഇന്ത്യ ഒരു ഹയസ്റ്റ് റിസ്ക് കൺട്രി. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം പിടിച്ച രാജ്യം ഇന്ത്യയാണ് എന്നുള്ള ഒരു വിധിയും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻസിനും അവിടെ സ്വീകരിക്കില്ല. അത് ആര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെതിരെ എന്തെങ്കിലും പറയുക ആരെങ്കിലും, ഏതെങ്കിലും രാജ്യസ്നേഹികൾ, ഏതെങ്കിലും പെട്രോൾ സ്നേഹികൾ വല്ലതും പറയോ? ഒന്നുമില്ല, മിണ്ടാട്ടം തന്നെയല്ല. പിന്നെ അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക് അക്രമത്തിൽ എന്നുള്ള സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതും എത്ര 168 രാജ്യങ്ങളുടെ കണക്കോ മറ്റെടുത്താണ്. അപ്പൊ അതിൽ 4ാം സ്ഥാനമുണ്ട്. നെഗറ്റീവായ കാര്യത്തിന് 4ാം സ്ഥാനം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ തീവ്രവാദികൾ നിൽക്കുന്നത്. അവരവരുടെ കഴിവ് കൊണ്ട്, അവരുടെ കുതന്ത്രം കൊണ്ട് ഭരണത്തിലിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്യാതെ പോലും, ജനങ്ങൾ ആഗ്രഹിക്കാതെ, ജനങ്ങൾ വെറുത്തിട്ട് പോലും ഭരണത്തിൽ അവർക്ക് സുഖമായിട്ടിരിക്കാം. കാരണം ഭരണം തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരുടെ കൈവെള്ളയിൽ ഒതുക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ മോദി ഭക്തന്മാരെ ഇട്ട് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഭരിക്കാം. അതുകൊണ്ട് ഭരിക്കുന്നത് എന്തിനാണ്? ധനം മോഷ്ടിക്കാനാണ്. ഇത്രയും വലിയ ഇന്ത്യയുടെ ധനം മോഷ്ടിക്കാനാണ്. പക്ഷെ അത് മൂടി വെക്കാനാണ്. വർഗീയവാദം, ഹിന്ദുത്വ തീവ്രവാദം, സനാതന ധർമ്മം, ശിവലിംഗം, പാകിസ്ഥാൻ, മുസ്ലിം എന്നൊക്കെ പറയുന്നത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഒടേ തമ്പ്രാന് പോലും
ആ മനസ്സിലാവാത്ത ഇന്ത്യക്കാരനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.